എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക. വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സെക്സിൽ ഏർപ്പെടുമ്പോഴുള്ള വേദനയെക്കുറിച്ച് ആശങ്കയുള്ളവരാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വ്യക്തമാക്കുന്നത്. ലൈംഗിക ബന്ധത്തിനിടെയുള്ള വേദന മിക്കവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. സെക്സിനിടെയുള്ള വേദന സ്ത്രീകളിലാണ് കൂടുതലായും കാണപ്പെടുന്നത്. ഇത് എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെയും ബാധിക്കാം. ലൈംഗിക ബന്ധത്തിനിടെയോ അതിനുശേഷമോ ഉള്ള ജനനേന്ദ്രിയ വേദനയാണ് ഡിസ്പാരോനിയ. വേദനാജനകമായ ലൈംഗിക ബന്ധം യോനിയിലോ ഗർഭാശയത്തിലോ പെൽവിസിലോ ബാഹ്യമായോ അല്ലെങ്കിൽ ആന്തരികമായോ അനുഭവപ്പെടാം. വേദനാജനകമായ ലൈംഗിക ബന്ധത്തിന്റെ ശാരീരിക കാരണങ്ങൾ വ്യത്യസ്തമാണ്. പലതരത്തിലുള്ള വേദനാജനകമായ ലൈംഗിക ബന്ധങ്ങളുമായി വൈകാരിക ഘടകങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. 70% ആളുകൾക്ക് ലൈംഗിക വേളയിലോ ശേഷമോ വേദന അനുഭവപ്പെടുന്നതായി വിദഗ്ധർ പറയുന്നുണ്ട്. വേദനാജനകമായ ലൈംഗിക ബന്ധം യോനിയിലോ ഗർഭാശയത്തിലോ അല്ലെങ്കിൽ പെൽവിസിലോ അനുഭവപ്പെടാം. അടിസ്ഥാനപരമായ മെഡിക്കൽ അവസ്ഥകൾ അല്ലെങ്കിൽ അണുബാധകൾ പോലെയുള്ള ഘടകങ്ങൾ വേദനാജനകമായ ലൈംഗികതയ്ക്ക് കാരണമാകാറുണ്ട്. ലൈംഗിക ബന്ധത്തിനിടെയുള്ള വേദന ചില സ്ത്രീകൾ ആസ്വദിക്കാറുമുണ്ട്. എന്നാൽ അവരുടെ ജീവിതത്തിലെ ചില ഘട്ടങ്ങളിൽ അത് വേദനാജനകവുമാണ്. ഇനി വേദന നേരിയതോ കഠിനമോ ആണെങ്കിലും അത് ഗുരുതരമാവുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണണമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. യോനിയിലെ വേദന അവഗണിക്കാതിരിക്കുന്നത് പ്രധാനമാണ്. വേദനാജനകമായ ലൈംഗിക ബന്ധവും മാനസികാരോഗ്യത്തെ ബാധിക്കുമെന്നുമാണ് ഗവേഷകർ പറയുന്നത്. യോനിയിലെ വരൾച്ചയും ലൂബ്രിക്കേഷന്റെ അഭാവവും സെക്സിനിടെ വേദന ഉണ്ടാക്കുന്നതിന്റെ മറ്റൊരു പ്രധാന കാരണമാണ്. അതുപോലെ മൂത്രനാളിയിലെ അണുബാധ, യോനിയിലെ അണുബാധ അല്ലെങ്കിൽ ലൈംഗികമായി പകരുന്ന അണുബാധ, മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ, എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ ഗർഭാശയ ഫൈബ്രോയിഡുകൾ, ഇങ്ങനെ പോലുള്ള മെഡിക്കൽ അവസ്ഥകൾ, അലർജി, ഇവയെല്ലാം ഇതിന് കാരണമാകാറുണ്ട്. അതിനാൽ സെക്സിനിടെ വേദന അനുഭവപ്പെടുന്നവർ കോണ്ടമോ മറ്റു സുരക്ഷാ മാർഗങ്ങളോ ഇവ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. ഒരു പരിധിവരെ വേദന കുറയുന്നില്ല എങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണേണ്ടതാണ്. ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം കാര്യത്തെ മടികൂടാതെ മുന്നേറേണ്ടതുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് കരുതുന്നു. ഇതുപോലെ ഞാൻ ചെയ്യുന്ന ഇത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ആ കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.